ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് അച്ചാറാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഫസീന അൻസാരി. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബീഫ് നല്ല ചെറുതായിട്ട് നല്ല അങ്ങ് കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞിട്ടില്ല. ഇതേപോലെ ഈ ഒരു സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ബീഫാണല്ലോ, അപ്പോൾ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അളവ് കുറച്ചിട്ടത്. ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചധികമായിട്ട് പൊടികളൊക്കെ ചേർക്കും. പിന്നെ ഒരു കാര്യം കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 മുറി നാരങ്ങാനീര്. ഇത് ബീഫ് ആയതുകൊണ്ട് കുറച്ച് പുളിയൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഒരു 1/2 മുറി നാരങ്ങാനീര് കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഞാനിത് പുരട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെക്കും. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പുരട്ടി വെച്ച ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്തായാലും. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 വിസിൽ വരെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഈ കുക്കറിൻ്റെ വിസിലിൻ്റെ കണക്കൊക്കെ ബീഫിൻ്റെ ഇതനുസരിച്ചിരിക്കും, ബീഫിൻ്റെ വേവ് അനുസരിച്ച്. ഇപ്പോൾ ഒരു 3 വിസിലടിച്ചതിന് ശേഷം കുക്കർ ഞാൻ ഓപ്പൺ ആക്കിയിരുന്നു, എയറൊക്കെ പോയതിന് ശേഷം. ഒരു ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒരു അല്പം ചാറ് കൂടി, ഒരു ഇത്രയും ചാറ് കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഈ ചാറ് കൂടി നമുക്കൊന്ന് അങ്ങ് വറ്റിച്ചെടുക്കാം. നമുക്കിതിൽ ചാറ് വേണ്ട, അപ്പോൾ ഇതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 6-7 പീസ് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 4-5 പീസ് ചെറിയുള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒന്നും ചതച്ചെടുക്കുന്നില്ല, എല്ലാം ഇതേപോലെ ഒന്ന് ചെറിയ പീസാക്കി വെച്ചതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ബീഫ് അവിടെ ഇരുന്നൊന്ന് വറ്റിയൊക്കെ വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും നേരിട്ട് പൊടികളൊന്നും അതിലേക്ക് ഇടുന്നില്ല. കാരണം അങ്ങനെ ഇടുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അങ്ങ് കരിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നേരത്തെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ളതും എരിവില്ലാത്തതും കൂടി ചേർന്നുള്ളതാണ്. പിന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത്രയും പൊടികൾ കൂടി ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബീഫിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം, കാരണം ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനല്ലേ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു 2 ട്രിപ്പായിട്ട് നമുക്കിത് ഫ്രൈ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ചെയ്യുക. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കുക, പിന്നെയും മീഡിയം ഫ്ലെയിമിലാക്കുക. ആ ഒരു രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ബീഫ് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതും അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ ട്രിപ്പ് ബീഫും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ട, ഈ ഒരു കളറിൽ നമുക്കങ്ങ് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് ഇതേപോലെ ഒരു ചെറിയ ഒരു ഉരുളി ഞാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇത്രയും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ചെറിയൊരു കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ള് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. ഞാൻ നേരത്തെ കലക്കി വെച്ചിരുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് മാത്രം നമ്മൾ രണ്ടാമത് ഉപ്പ് ആഡ് ചെയ്താൽ മതിയാവും. ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചാറൊക്കെ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഫ്രൈ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആവണം. നിങ്ങൾക്ക് വിനാഗിരിയൊക്കെ ഏറ്റവും ലാസ്റ്റാണ്, അതായത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിനാഗിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ചാറൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ബീഫിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുത്തു. ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കിത് എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഞാൻ ഒരു പീസ് കഴിച്ച് നോക്കിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമുക്ക് പുതിയ റെസിപ്പീസുമായി കാണുന്നിടം വരെ താങ്ക് യു.